വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ഈ മത്സരത്തെ വർണ്ണിക്കാൻ പോകുന്നത്? നാടകീയമായിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് കടന്നിട്ടുള്ള ആ ഒരു അവസരത്തിൽ സാൻ സീറോയിൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അത് കേവലം ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്ന വെള്ളത്തുള്ളികളായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ആ കളി കണ്ടിട്ട് ഫുട്ബോൾ ദൈവങ്ങൾ എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രങ്ങൾ എവിടേക്കോ ഇരുന്ന് ആനന്ദ കണ്ണീര് പൊഴിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. കാരണം മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകും അവരുടെയൊക്കെ. നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞില്ലേ? ഒബ്വിയസ്ലി രണ്ട് ടീമിനും ജയിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇതിൽ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന തരത്തിലൊരു സംഭവം. ഒരു ടീമിനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഇന്റർ മിലാനായിപ്പോയി, നെറസൂരികളായിപ്പോയി. അവരുടെ ആ ഒരു പോരാട്ട വീര്യം, കുറച്ച് വയസ്സന്മാരെ വെച്ചിട്ടുള്ള അവരുടെ ആ ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസും അവരുടെ ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫിലോസഫിയും അവരുടെ ആ ഒരു പോരാട്ട വീര്യം ആ ക്രൗഡിന് മുമ്പിൽ അവർ തോറ്റു കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ സാൻ സീറോയിൽ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലുകളിൽ ഇന്റർ മിലാൻ തോൽക്കൂല. തോറ്റ ചരിത്രമില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ആ ചരിത്രം തിരുത്താൻ ബാഴ്സലോണയ്ക്കും സാധിച്ചില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഇന്റർ മിലാന് നന്ദി അറിയിക്കണം, ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണയ്ക്ക് നന്ദി അറിയിക്കണം, ലാമാസിയക്ക് നന്ദി അറിയിക്കണം, നെറസൂരികൾക്ക് നന്ദി അറിയിക്കണം, സാൻ സീറോയിലെ ആ ക്രൗഡിന് നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു വല്ലാത്തൊരു മത്സരമായിരുന്നു. ഒബ്വിയസ്ലി ഒരാൾ ഹൃദയം തകർന്നിട്ടാണ്, അല്ലെങ്കിൽ ഒരു ടീം ഹൃദയം തകർന്നിട്ടാണ് പോകുന്നത്. അതിന്റെ ആരാധകരും ആ രീതിയിൽ ഹൃദയം തകർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ബാഴ്സലോണ ആരാധകരുടെ കാര്യമാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അവിടെ തോറ്റു എന്ന് കരുതിയ ഇടത്തു നിന്നാണ് ഇന്റർ മിലാൻ അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയുള്ളത്. പിന്നീട് ഇന്റർ മിലാൻ ഈ ടൈയിൽ വീണ്ടും ലീഡ് എടുക്കുകയാണ്. അതായത് 4ാം തവണയും അവർ ലീഡ് എടുക്കുന്നു. ഈ 4ാമത്തെ തവണ അവർ ആ ലീഡ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല.